ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അതായത് ടൈലറിങ് അറിയാം, പക്ഷേ സ്ലീവ് കട്ട് ചെയ്യാൻ പേടിയാണ്, അതുപോലെ തന്നെ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ തെറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡൗട്ടുകളും അതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങളും ഉണ്ട്. നമുക്ക് നിരന്തരം വാട്സപ്പിലായിക്കോട്ടെ കമൻറ്റിലായിക്കോട്ടെ സ്ലീവ് കട്ട് ചെയ്യുന്നത് ഒന്നും കൂടെ കാണിച്ചു തരുമോ? അപ്പം അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് നമുക്ക് നിരന്തരം ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ നമുക്ക് വാട്സപ്പിൽ പേഴ്സണലായിട്ടൊക്കെ നമുക്ക് ഓരോരുത്തർ മെസ്സേജ് വിടുന്നുണ്ട്. അപ്പോൾ അത് തെറ്റ് പറയാൻ പറ്റില്ല, കാരണം എല്ലാവർക്കും സംശയം വരുന്നതാണ് നമ്മുടെ സ്ലീവ് കട്ടിങ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് നമുക്കതുകൊണ്ട് ഓരോ സംശയം നിങ്ങൾ ചോദിക്കുമ്പോഴും അത് ക്ലിയർ ചെയ്ത് തന്നിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ക്ലിയർ ആവും. അതുപോലെ തന്നെ പറഞ്ഞു തരുമ്പോൾ എനിക്കത് കുറച്ചും കൂടെ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സ്ലീവ് എങ്ങനെയാണ് ഞാൻ എൻ്റേതായ രീതിയിൽ കട്ട് ചെയ്യണത് എന്നുള്ളതാണ്. ഞാൻ വളരെ സിമ്പിളാണ്, തുടക്കക്കാർക്കൊക്കെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരു ചുരിദാറിനും സ്ലീവ് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു സ്ലീവാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ തുണി മടക്കിയിടുക. അപ്പോൾ ഒരു സ്ലീവ് ആയതുകൊണ്ട് നമുക്ക് ഒരു പീസ് ആണ് വേണ്ടുള്ളൂ. കണ്ട, ഇതുപോലെ മടക്കി നമ്മൾ ഇസ്തിരി ഇട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം എല്ലാവരും പറഞ്ഞത് ഒന്നും കൂടെ ഇസ്തിരി ഇടുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ഫിനിഷിങ് കിട്ടിയിരുന്നെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ ഒരു വശത്ത് നമ്മുടെ ഇസ്തിരി കുത്തുന്ന ഭാഗം ഒരു വശത്തായതുകൊണ്ട് അത് മടിച്ചിട്ടാണ് ഞാൻ ഇസ്തിരി ഇടാതിരുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് പേര് നമ്മളോട് ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഒന്ന് ഇസ്തിരി ഇട്ടിട്ട് കാണിക്കാണ്. അപ്പം ഇന്ന് നമ്മൾ ഇസ്തിരി ഒക്കെ ഇട്ടിട്ടാണ് ഈ ഒരു തുണി നമ്മളിവിടെ വിരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമ്മുടെ അളവിൻ്റെ ഈ ഒരു കൈക്കൂലി നമുക്ക് എടുക്കാം. പലവർക്കും പല അളവാണ്, അത് ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ അളവിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു അളവ് തന്നെ ഞങ്ങളും ചെയ്യട്ടെ എന്ന്, അത് പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വരുന്നത് വെച്ചെങ്കിൽ അതുപോലെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ കൈക്കൂലിയുടെ ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഇവിടുന്ന് വേണം നമ്മൾ അളവ് എടുക്കാൻ. അതായത് എല്ലാവരും ചെയ്യുന്നതാണ്, ഇതിവിടെ വെച്ചിട്ട് ഇങ്ങനെ 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 ചെയ്യണം. അതിൻ്റെ ആവശ്യമില്ല, ഈ ഒരു മേശയുടെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് ചെയ്യണമെന്നില്ല. കാരണം ഇത് നമ്മളിങ്ങനെ എടുക്കുക, എന്നിട്ട് ഇതിങ്ങനെ വലിച്ചു പിടിക്കുക, എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ അടി വരുന്നത് എവിടെയാണോ നോക്കുക. അടി വരുന്നത് 8ലാണ് എനിക്ക് അടി വരുന്നത്. തയ്യെടുത്തുമ്പോൾ നോക്കണ്ട, നമ്മുടെ അളവ് വരുന്നത് 8ആണ്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് 8ആണ്. അപ്പോൾ ആ 8 നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ 8ൽ നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. കണ്ട, പിന്നെ തയ്യൽ തുമ്പ് ഒരു 2 ഇഞ്ചിൽ തയ്യൽ തുമ്പും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് 8ൽ ഇത് തയ്യൽ തുമ്പ് 2 ഇഞ്ച്. അപ്പം നമ്മളത് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇനി ഫുൾ ലെങ്ത്ത് വരുന്നത് ഒരു 11ആണ് ഒരു ഫുൾ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ അത് 11ൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഫുൾ ലെങ്ത്ത്. അതിൽ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 12ആണ് നമ്മുടെ ഇത്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ടും അതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. 11ൽ അടയാളപ്പെടുത്തുക, 12 തയ്യൽ തുമ്പും. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഏതെങ്കിലും ഭാഗം മനസ്സിലാവാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ പറയണം, അതുപോലെ തന്നെ കമൻറ്റിലായിട്ട് അറിയിക്കുക. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ പറയണത്. അപ്പോൾ നമ്മളിതുപോലെ ചെയ്ത് ഇനി നമ്മളെന്ത് ചെയ്യാം, നമുക്ക് വരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നോക്കണം. അതായത് നമ്മുടെ ഈ ഒരു കൈക്കൂടെ ഭാഗമാണല്ലോ ഇത്. അപ്പോൾ നല്ല ഷോർട്ട് കൈയൊക്കെ എണീച്ചെങ്കിൽ നമുക്കൊരു 3 എടുത്താൽ മതി. ഒരു സ്ലീവ് ഫുൾ സ്ലീവ് ഒക്കെ എണീച്ചെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 3.5ൽ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. അതാ 3.5ൽ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഇവിടുന്ന് ഒരു 3.5ൽ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മളത് ഒരു സ്ട്രെയിറ്റ് വര വരച്ചു കൊടുക്കുക. ഈ സ്ട്രെയിറ്റ് വര വരക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
അതായത് നമ്മൾ ഷോർട്ട് കൈയാണ് വെച്ചെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് 3 എടുത്താൽ മതി. ഫുൾ സ്ലീവ് ഫുള്ളാണ് വെച്ചെങ്കിൽ നമ്മളൊരു 3.5 എടുത്ത് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യാന്നറിയാം. ഇനി നമ്മൾ ഈ ഒരു വര ഇതിൻ്റെ മുകളിൽ അങ്ങനെ മുട്ടിച്ചിട്ട് വരക്കുക. അതുപോലെ തന്നെ ഈ ഒരു വര ഇവിടെ മുട്ടിച്ച് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യാന്നറിയാം. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു ഇങ്ങനെ കുഴിച്ച് വരക്കുക. കുഴിച്ച് വരച്ചതിന് ശേഷം ഇവിടെ എത്തിയതിന് ശേഷം ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഇവിടുന്ന് തുടങ്ങി പിന്നെ ഇവിടുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. എന്നിട്ട് നമ്മൾ ചിലവരെന്ത് ചെയ്യാന്നറിയാം, ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെയാണ് ചിലവർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. നമ്മൾ നേരെ ഇങ്ങനെ ഇതിൽ കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് വരക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. കണ്ട ഇനി ഞാൻ നിങ്ങൾക്ക് വെട്ടിയിട്ടും കൂടെ കാണിച്ചു തരാം. സ്റ്റാർട്ടിങ് തന്നെ ഇവിടുന്ന് തുടങ്ങുമ്പോൾ ഇവിടുന്ന് ഒരു 2.5-ൽ നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുക. അതായത് ഒരു 2.5 വരെ, 2.5 അല്ലെങ്കിൽ ഒരു 3 വരെയൊക്കെ നമുക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ വളച്ച് പോയതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു മൂലയിൽ വന്നിട്ട് പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ ഇങ്ങനെ അങ്ങോട്ട് ഇതാക്കിയാൽ മതി. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര വരച്ചെടുക്കുക. നമ്മൾ സ്ട്രെയിറ്റ് അല്ല എന്നാലും കുറച്ചൊരു ഇതിൽ ഇങ്ങനെ കുറച്ചൊരു വളവ് വരുന്ന രീതിയിൽ ഈ ഒരു വരി, അതുപോലെ തന്നെ ഈ ഒരു വരി ഒന്നിങ്ങനെ ഒരു വളഞ്ഞിൽ വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം ഇനി നമ്മളത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇവിടുന്ന് തുടങ്ങി കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണം. ക്യാമറ സ്ഥലത്ത് ഞാനൊരു സ്ഥലത്താണ്. ഇങ്ങനെ വന്ന് ഇവിടെ നിർത്തി ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് ഇനി നമ്മളെന്ത് ചെയ്യാം, ഈ ഒരു ഇതിൽ വരച്ച പോലെ ഇങ്ങനെ കണ്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഒരു സ്ലീവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. ഇപ്പോൾ നമുക്കിത് ഒരു കൈയായി. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം കുറച്ചൊരു ചുളിവിൽ, അതായത് ഒന്ന് കുനിച്ചിട്ട് വെട്ടണം എന്ന് നമ്മൾ പറയുന്നല്ലോ. അപ്പോൾ അതിനുള്ളൊരു എളുപ്പ വഴിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇങ്ങനെ ഒന്ന് പിടിക്കുക. ഇങ്ങനെ ഒന്ന് പിടിച്ചതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക, ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നിന്നിട്ട് അതൊന്നുകൊണ്ട് കുനിച്ച് അപ്പം അത്രയും നമുക്ക് ഫ്രണ്ട് ഭാഗം. അപ്പം നമ്മൾ എന്ത് ചെയ്ത് ഫ്രണ്ട് ഭാഗം നമ്മൾ ഇതാക്കി വെട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് നമുക്ക് ഫ്രണ്ട് ഭാഗം ഒന്ന് കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇത് കാണിച്ചു തന്നിരുന്നു. അങ്ങനെ അപ്പോൾ അതും നമ്മൾ കുഴിച്ച് വെട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിങ്ങനെ തിരിച്ചിട്ടിട്ട് ഇതൊപ്പം വെച്ച് നോക്കുക. ഒപ്പം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കണ്ട ഈ ഫ്രണ്ട് ഭാഗം നമ്മൾ കുറച്ച് കുഴിച്ചിട്ട് വെട്ടിയിട്ടുണ്ട്. കണ്ട, അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം വരുന്നത്. ഇതാണ് നമ്മുടെ
ബാക്ക് ഭാഗവും വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ചിട്ട് നമ്മൾ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന രീതിയിൽ നമ്മൾ വീണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് തന്നെയാണ് നമ്മൾ ഇടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സ്ലീവ് കട്ട് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ അറിയിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളൊരു മെമ്പർഷിപ്പ് ഉണ്ട്. ക്ലാസ് 1 മുതൽ നമ്മളുടെ ക്ലാസ്സുകൾ അതിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ആഡ് ആവാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് മെമ്പർഷിപ്പിൽ നിങ്ങൾ ജോയിൻ ഗ്രൂപ്പിൽ ആഡ് ആകുമ്പോൾ അതിൽ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കും. അപ്പോൾ ക്ലാസ് 1 മുതലുള്ള എല്ലാ വീഡിയോസും നമ്മൾ അതിലുണ്ടാവും. അപ്പോൾ മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഗ്രൂപ്പ് വഴി ക്ലാസ് എടുക്കുന്നുണ്ട്. അത് കട്ടിങ് മാസ്റ്ററാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.